ചുമ്മാ ഇരിക്കുമ്പോൾ ഒരു ബിസിനസ് തുടങ്ങുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ റിയൽ ഫാമിലി അല്ലെങ്കിൽ റിയൽ ഫ്രണ്ട്സ് ആരൊക്കെയാണ്. ആൻഡ് എൻ്റെ കേസിൽ വളരെ ചുരുക്കം മാത്രമേ ഫ്രണ്ട്സ് ഉള്ളൂ. അതും ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ എന്താ പറയുക ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് സിബ്ലിംഗ് എന്ന് പറയാൻ പറ്റുന്ന ഒരാളെ കാണാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ പോകുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ അങ്ങനെ ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എന്നെ ഒരുപോലെ സപ്പോർട്ട് ചെയ്തത്, സ്റ്റാർട്ടിലും ഇൻ ബിറ്റ്വീൻ ഞാൻ സ്റ്റോപ്പ് ചെയ്തപ്പോഴും ഇപ്പോൾ റീസ്റ്റാർട്ട് ചെയ്തപ്പോഴും എന്നെ ഒരേപോലെ സപ്പോർട്ട് ചെയ്ത വളരെ 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 ചുരുക്കം ആൾക്കാരേ ഉള്ളൂ. അതിനകത്തുള്ള ഒരാളായത്. അവൻ ഇപ്രാവശ്യം വിഷുവിന് വേണ്ടിയിട്ട് 2 സാരീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു നിലയും മിലയും. അതായത് ഞാൻ സാരീസിനൊക്കെ പല പല പേരിട്ടിട്ടാണ് നമ്മുടെ വെബ്സൈറ്റിൽ കൊടുത്തേക്കുന്നത്. നിങ്ങൾ എന്തായാലും ചെക്കൗട്ട് ചെയ്ത് നോക്കുക കേട്ടോ. എന്തായാലും ആദ്യം തന്നെ നമ്മൾ ഫുഡ് അടിക്കാൻ വേണ്ടി ഞാനും ശ്രീയും പോയിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് തലവേദന എടുക്കുന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല, എനിക്കൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും നമ്മൾ കഴിച്ച് തീരുമ്പോഴേലും അവൻ വന്നിട്ടുണ്ടായി. അവൻ്റെ അനിയത്തിയും ഋതുവും കൂടിയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ സാരിയൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴേലും എനിക്കൊരു ആഗ്രഹം, നിലയ്ക്കൊന്ന് പാദസരം വാങ്ങിച്ചാലോ. അപ്പോൾ ആദ്യം തന്നെ മലബാർ ഗോൾഡ് കയറി എനിക്ക് ഇഷ്ടപ്പെട്ട, പക്ഷേ പൈസ ഇച്ചിരി കൂടുതലായതുകൊണ്ട് ഞങ്ങൾ ഏകദേശം സാധാരണ കുഞ്ഞി കടയിൽ പോകാം. അങ്ങനെ കുഞ്ഞു കടയിൽ കയറി നമ്മൾ അവസാനം വാങ്ങിച്ചു. ഹാപ്പി ആയിട്ട് ഋതുവിനും സായന്തനൊക്കെ ടാറ്റയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയി വാവിക്ക് ഇട്ട് കൊടുത്തപ്പോഴേലും പാദസരം അവൾക്ക് ഒട്ടും പറ്റുണ്ടായിരുന്നില്ല, ഭയങ്കര ടൈറ്റ്. അപ്പം തന്നെ സായന്തനെ വിളിച്ച് ഞങ്ങൾ തിരിച്ച് വടാരെ പോയി. ഞാനും ഹരിയും കൂടിയായിരുന്നു ഇപ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു. പാദസരം മാറ്റിയെടുക്കുന്ന പരിപാടി ജസ്റ്റ് ഒരു 10-15 മിനിറ്റിൽ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയിട്ട് കുറച്ച് ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ പോയിട്ടുണ്ടായി.